നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക്. ഇന്ന് 2026 ഓഗസ്റ്റ് മാസം 14-ാം തീയതി വെള്ളിയാഴ്ച. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും തുടർന്നുള്ള ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകൾ, അറിയിപ്പുകൾ എന്തൊക്കെയെന്നാണ് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക. നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാ പ്രേക്ഷകരിലേക്കും മറക്കാതെ ഷെയർ ചെയ്ത് എത്തിക്കുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ്. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും അതോടൊപ്പം കമൻറ്റിലും നൽകിയിട്ടുണ്ട്. സോ എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, മൺസൂൺ കാലത്തെ മത്സ്യലഭ്യത കുറവും അതോടൊപ്പം തന്നെ ട്രോളിംഗ് നിരോധനവും മുതലെടുത്തുകൊണ്ട് വിനാശകരമായിട്ടുള്ള രാസലായനികളിൽ മുക്കി ദിവസങ്ങളും മാസങ്ങളും പഴക്കമുള്ള മത്സ്യങ്ങളൊക്കെ വിപണിയിൽ സംസ്ഥാന വ്യാപകമായിട്ട് വിൽപ്പനയ്ക്ക് എത്തിക്കുന്നത് ഗുരുതരമായിട്ടുള്ള പൊതുജന ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. പ്രധാനമായിട്ടും ഐസും ഫോർമാലിൻ, അമോണിയ തുടങ്ങിയ രാസവസ്തുക്കളും ചേർത്ത് തണുപ്പിച്ച് സൂക്ഷിക്കുന്നതിനാൽ തന്നെ മത്സ്യങ്ങൾക്ക് നല്ല കാഠിന്യം അനുഭവപ്പെടുകയും അതോടൊപ്പം തന്നെ പ്രഥമ ദൃഷ്ടിയ ഉപഭോക്താക്കൾക്ക് സംശയമൊന്നും തന്നെ തോന്നാത്ത വിധം ഇവ ഫ്രഷായി കാണപ്പെടുകയും ചെയ്യുന്നു. എന്നാൽ മത്സ്യം വാങ്ങി വീട്ടിലെത്തിച്ച് ഉപയോഗിക്കുമ്പോൾ മാത്രമാണ് പലപ്പോഴും ഇവയുടെ യഥാർത്ഥ ഗുണനിലവാരമില്ലായ്മ പുറത്തറിയുന്നത്. പ്രധാനമായും അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും ദൂരസ്ഥലങ്ങളിൽ നിന്നുമൊക്കെ തന്നെ മൊത്ത വ്യാപാരികൾ എത്തിക്കുന്ന ചൂര, കേര, മോത, നെന്മീൻ, അതോടൊപ്പം തന്നെ വറ്റ, അയല, മത്തി, കിളിമീൻ തുടങ്ങിയ മത്സ്യങ്ങളിലാണ് ഇത്തരം രാസവസ്തുക്കളുടെ സാന്നിധ്യം വ്യാപകമായിട്ട് കണ്ടെത്തിയിട്ടുള്ളത്. മുൻകാലങ്ങളിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പും ഫിഷറീസ് വകുപ്പും സംയുക്തമായിട്ട് ഓപ്പറേഷൻ സാഗറാണി എന്ന പേരിലൊക്കെ തന്നെ വ്യാപകമായിട്ടുള്ള പരിശോധനകൾ നടത്തുകയും പഴകിയ മത്സ്യങ്ങൾ പിടിച്ചെടുത്ത് നശിപ്പിക്കുകയും ചെയ്തിരുന്നുവെങ്കിലും നിലവിൽ ഇത്തരത്തിലുള്ള പരിശോധനകൾ കാര്യക്ഷമമായിട്ട് നടക്കുന്നില്ലെന്ന പരാതി ഇപ്പോൾ ശക്തമാണ്. ഉത്സവ സീസണുകളിലും അതോടൊപ്പം തന്നെ ട്രോളിംഗ് നിരോധന സമയങ്ങളിലും വിപണിയിൽ ഇരട്ടി അളവിൽ മത്സ്യങ്ങൾ സുലഭമായിട്ട് എത്തിയിട്ടും ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പ്രത്യേക പരിശോധനകളൊന്നും തന്നെ നടത്താത്തത് സ്ഥിതിഗതികൾ കൂടുതൽ വഷളാക്കുന്നുണ്ട്. പഴകിയതും രാസവസ്തുക്കൾ കലർന്നതുമായിട്ടുള്ള മത്സ്യങ്ങൾ കഴിച്ച് നിരവധി ആളുകൾക്ക് ഭക്ഷ്യവിഷബാധയേറ്റ ആശുപത്രികളിലൊക്കെ തന്നെ ചികിത്സ തേടേണ്ടി വരുന്ന സാഹചര്യത്തിൽ പൊതുജനാരോഗ്യം മുൻനിർത്തി വിപണിയിലെ കൃത്യമായ ഇടപെടലുകളും പരിശോധനകളും അടിയന്തരമായി തന്നെ പുനരാരംഭിക്കേണ്ടത് അത്യാവശ്യമാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, ഓഗസ്റ്റ് മാസം 16-ാം തീയതി മുതൽ ഗ്യാസ് സിലിണ്ടർ വിതരണത്തിലൊക്കെ തന്നെ പുതിയ നിർണായക മാറ്റങ്ങൾ നടപ്പിലാക്കാനായിട്ട് ഒരുങ്ങുകയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ. ഇന്ത്യൻ ഗ്യാസ്, HP, ഭാരത് ഗ്യാസ് തുടങ്ങിയ കമ്പനികളുടെയൊക്കെ തന്നെ ഉപഭോക്താക്കളെയാണ് ഈ തീരുമാനം നേരിട്ട് ബാധിക്കുന്നത്. നിലവിൽ വിപണി വിലയ്ക്ക് അടുത്ത് നൽകിയാണ് നമ്മൾ ഓരോ സിലിണ്ടറും റീഫിൽ ചെയ്യുന്നത്. എന്നാൽ ഓഗസ്റ്റ് 16-ന് മുൻപായി ഇലക്ട്രോണിക് KYC അഥവാ KYC അല്ലെങ്കിൽ മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്ത ഉപഭോക്താക്കൾക്ക് ഭാവിയിൽ ഏജൻസിയിൽ നിന്ന് ഗ്യാസ് സിലിണ്ടറുകളൊക്കെ തന്നെ ലഭിക്കാതിരിക്കാനോ അല്ലെങ്കിൽ 1500 മുതൽ 2000 രൂപ വരെ ഉയർന്ന തുക നൽകേണ്ടി വരുന്ന സാഹചര്യമോ ഉണ്ടായേക്കാം. വീടുകളിലേക്ക് നൽകുന്ന സബ്സിഡി സിലിണ്ടറുകൾ കരിഞ്ചന്തയിലേക്കോ റെസ്റ്റോറൻറ്റുകൾ, വ്യവസായശാലകൾ എന്നിവയിലേക്കോ ദുരുപയോഗം ചെയ്യപ്പെടുന്നില്ല എന്ന് ഉറപ്പാക്കാനും യഥാർത്ഥ അർഹരായിട്ടുള്ള ഉപഭോക്താക്കൾക്ക് തന്നെയാണോ ഈ സിലിണ്ടറുകൾ ലഭിക്കുന്നതെന്ന് തിട്ടപ്പെടുത്താനുമാണ് കേന്ദ്ര സർക്കാർ ഈ നടപടി ഇപ്പോൾ നിർബന്ധമാക്കിയത്. കണക്ഷനുടമ മരണപ്പെടുകയോ അല്ലെങ്കിൽ വിദേശത്തായിരിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓണർഷിപ്പ് ചേഞ്ച് ചെയ്ത് KYC പൂർത്തിയാക്കാൻ നിർദ്ദേശമുണ്ട്. കൂടാതെ പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന ഗുണഭോക്താക്കൾ മസ്റ്ററിംഗ് നടത്തിയില്ലെങ്കിൽ അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന 300 രൂപ കേന്ദ്ര സബ്സിഡി തടസ്സപ്പെടുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. മുൻപ് KYC ചെയ്തിട്ടുണ്ടോ എന്ന് സംശയമുള്ളവർക്കും ഇനി പുതുതായിട്ട് ചെയ്യേണ്ടവർക്കും നിങ്ങളുടെ മൊബൈൽ നമ്പർ ഉപയോഗിച്ച് തന്നെ ഇത് പൂർത്തിയാക്കാനും സ്റ്റാറ്റസ് കൃത്യമായി അറിയാനും സാധിക്കും. ഇന്ത്യൻ ഓയിൽ ഉപഭോക്താക്കൾ ഇന്ത്യൻ ഓയിൽ 1 ആപ്പും അതോടൊപ്പം തന്നെ ഭാരത് ഗ്യാസ് ഉപഭോക്താക്കൾ ഹലോ BPCL ആപ്പും HP ഗ്യാസ് ഉപഭോക്താക്കൾ HP പേ ആപ്പും ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതാണ്. തുടർന്ന് സിലിണ്ടർ ബുക്കിങ്ങിനായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ നൽകിക്കൊണ്ട് വെരിഫിക്കേഷൻ പൂർത്തിയാക്കിയാൽ LPG വിഭാഗത്തിൽ KYC സ്റ്റാറ്റസ് പരിശോധിക്കാം. ഇതിൽ പെൻഡിംഗ് എന്ന് കാണിക്കുന്നവർ മാത്രം തുടർ നടപടികൾ പൂർത്തിയാക്കിയാൽ മതിയാകും. 2024 മുതൽ 26 വരെയുള്ള കാലയളവിൽ ഒരിക്കൽ KYC ചെയ്തിട്ടുള്ളവർ ഇത് വീണ്ടും ചെയ്യേണ്ടതില്ല. പ്രധാനമായിട്ടും 3 വഴികളിലൂടെ നമുക്കിത് പൂർത്തിയാക്കാം. മൊബൈൽ ആപ്ലിക്കേഷനുകൾ വഴി സ്വന്തമായിട്ട് ചെയ്യാം. വീടുകളിൽ ഗ്യാസ് ഡെലിവറി ചെയ്യാനായിട്ട് വരുന്ന ജീവനക്കാരൻ്റെ പക്കൽ ബയോമെട്രിക് ഉപകരണങ്ങളുണ്ടെങ്കിൽ അതുവഴി പൂർത്തിയാക്കാം. അല്ലെങ്കിൽ നേരിട്ട് ഗ്യാസ് ഏജൻസിയിൽ എത്തി മസ്റ്ററിംഗ് ചെയ്യാൻ സാധിക്കും. അതിനാൽ ഓഗസ്റ്റ് 16-ന് മുൻപായി എല്ലാവരും ഈ ഒരു KYC നടപടി പൂർത്തിയാക്കാൻ ശ്രദ്ധിക്കുകയും ഈ വിവരങ്ങൾ തീർച്ചയായും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക്, നിങ്ങൾക്ക് പരിചയമുള്ള വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്ക് എല്ലാം തന്നെ മറക്കാതെ ഷെയർ ചെയ്യുക. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ജൂനിയർ അസോസിയേറ്റ് അതായത് കസ്റ്റമർ സപ്പോർട്ട് ആൻഡ് സെയിൽസ് വിഭാഗങ്ങളിലേക്ക് വൻ റിക്രൂട്ട്മെൻറ്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. രാജ്യത്തുടനീളമുള്ള വിവിധ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായിട്ട് ആകെ 9766 ഒഴിവുകളിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. ഇതിൽ 7680 ഒഴിവുകൾ റെഗുലർ തസ്തികകളും അതോടൊപ്പം തന്നെ 2086 എണ്ണം ബാക്ക്ലോഗ് ഒഴിവുകളുമാണ്. ഓഗസ്റ്റ് 11-ന് ഔദ്യോഗിക വിജ്ഞാപനം പുറത്തിറക്കിയ ബാങ്ക് അന്നു മുതൽ തന്നെ ഓൺലൈൻ അപേക്ഷാ പ്രക്രിയ ആരംഭിച്ചിട്ടുണ്ട്. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾക്ക് ഓഗസ്റ്റ് 31 വരെ ഓൺലൈനായിട്ട് അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ്. സംസ്ഥാന അടിസ്ഥാനത്തിൽ പരിശോധിക്കുമ്പോൾ മഹാരാഷ്ട്രയിലാണ് ഏറ്റവും കൂടുതൽ ഒഴിവുകളുള്ളത്, 1718. തമിഴ്നാട് 1410, ഒഡീഷ 1100, കർണാടക 760,
പശ്ചിമ ബംഗാൾ 555 എന്നിങ്ങനെയാണ് മറ്റ് പ്രധാന സംസ്ഥാനങ്ങളിലെ ഒഴിവുകളുടെയൊക്കെ തന്നെ കണക്കുകൾ. റെഗുലർ തസ്തികകളിൽ 3253 എണ്ണം ജനറൽ വിഭാഗത്തിനും 1716 എണ്ണം OBC വിഭാഗത്തിനും 1114 എണ്ണം അത് SC, അതുപോലെ തന്നെ 837 എണ്ണം ST, 760 എണ്ണം EWS വിഭാഗത്തിനുമായിട്ട് സംവരണം ചെയ്തിരിക്കുന്നു. ബാക്ക്ലോഗ് ഒഴിവുകളിൽ SC, ST, OBC വിഭാഗങ്ങൾക്കുള്ള സംവരണ ആനുകൂല്യങ്ങളും ലഭ്യമാണ്. ബാങ്കിൻ്റെ ഔദ്യോഗിക വിജ്ഞാപനവും ഒഴിവുകളുടെ വിശദാംശങ്ങളും പരിശോധിക്കുന്നതിനായിട്ട് ഉദ്യോഗാർത്ഥികൾ ആദ്യം തന്നെ SBIയുടെ ഔദ്യോഗിക വെബ്സൈറ്റിലെ കരിയേഴ്സ് എന്ന വിഭാഗം ഓപ്പൺ ചെയ്യുക. തുടർന്ന് SBI ക്ലർക്ക് നോട്ടിഫിക്കേഷൻ 2026 കണ്ടെത്തി അതിലെ PDF ഫയൽ തുറന്ന് സംസ്ഥാന അല്ലെങ്കിൽ കേന്ദ്രഭരണ പ്രദേശങ്ങൾ, കാറ്റഗറി എന്നിവ തിരിച്ചുള്ള ഒഴിവുകളുടെ വിവരങ്ങൾ വിശദമായിട്ട് പരിശോധിക്കുക. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, ഓണാഘോഷങ്ങളോടനുബന്ധിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാരിൻ്റെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണം ഓഗസ്റ്റ് 3-ാം ആഴ്ചയോടെ ആരംഭിക്കാനാണ് ഇപ്പോൾ തീരുമാനമായിരിക്കുന്നത്. സാധാരണഗതിയിൽ മാസത്തിൻ്റെ അവസാന ആഴ്ചകളിൽ നടക്കാറുള്ള പെൻഷൻ വിതരണം അത് ഓണം പ്രമാണിച്ച് മുൻകൂട്ടി ലഭ്യമാക്കുന്നതിനുള്ള മുന്നൊരുക്കങ്ങളാണ് ഇപ്പോൾ നിലവിൽ പുരോഗമിക്കുന്നത്. ഇത്തവണ 2000 രൂപയാണ് പെൻഷനായിട്ട് വിതരണം ചെയ്യുന്നത്. മുൻ വർഷങ്ങളിലെ പോലെ അടുത്ത മാസത്തെ വിഹിതം കൂടി അഡ്വാൻസ് ആയിട്ട് ചേർത്ത് 4000 രൂപ ലഭിക്കുമെന്ന തരത്തിൽ ചില വാർത്തകളൊക്കെ തന്നെ പ്രചരിക്കുന്നുണ്ടെങ്കിലും നിലവിൽ 2000 രൂപ വീതമുള്ള സാധാരണ ആനുകൂല്യം മാത്രമാണ് വിതരണം ചെയ്യുക എന്ന് അധികൃതർ ഇവിടെ വ്യക്തമാക്കുന്നുണ്ട്. കൂടുതൽ വിഹിതമോ അഡ്വാൻസ് തുകയോ നൽകുന്നതുമായി ബന്ധപ്പെട്ട സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പുകളൊന്നും തന്നെ ഇതുവരെ ലഭ്യമായിട്ടില്ലാത്തതിനാൽ തന്നെ വ്യാജ വാർത്തകളിൽ ഗുണഭോക്താക്കൾ വഞ്ചിതരാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓഗസ്റ്റ് 15-ാം തീയതിയോടെ തുക അക്കൗണ്ടുകളിലേക്ക് എത്തിക്കാനുള്ള സജീവ ശ്രമങ്ങൾ ഇപ്പോൾ നടക്കുന്നുണ്ടെങ്കിലും ഉത്തരവ് വൈകുന്ന പക്ഷം കുറഞ്ഞത് ഒരു ഗഡു തുകയെങ്കിലും ഓഗസ്റ്റ് 25-ന് മുൻപായി തന്നെ ഉറപ്പായിട്ട് ലഭ്യമാകുമെന്നും സർക്കാർ ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. കൂടാതെ ഈ മാസം ബാങ്ക് അക്കൗണ്ടുകൾ വഴി നേരിട്ടും തുക ലഭിക്കുമെങ്കിലും വരും മാസങ്ങളിൽ പെൻഷൻ തുകയാകട്ടെ പൂർണ്ണമായിട്ടും ബാങ്ക് അക്കൗണ്ടുകൾ വഴി മാത്രം നൽകുന്നതിനുള്ള ക്രമീകരണങ്ങളും പൂർത്തിയായി വരുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ പ്രവാസി ക്ഷേമനിധി ബോർഡുകളിലെ, അതോടൊപ്പം തന്നെ കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡുകളിലേക്ക് തന്നെ ദീർഘകാല കുടിശ്ശികകൾ തീർപ്പാക്കാനുള്ള അനുകൂല നടപടികളും ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ക്ഷേമ പെൻഷൻ കൈപ്പറ്റുന്നതിനൊപ്പം തന്നെ ഗുണഭോക്താക്കൾ പ്രാധാന്യത്തോടെ പൂർത്തിയാക്കേണ്ട ഒന്നാണ് ബയോമെട്രിക് മസ്റ്ററിംഗ് പ്രക്രിയ. സെപ്റ്റംബർ 30 വരെ മസ്റ്ററിങ്ങിനായിട്ട് സമയമുള്ളതിനാൽ തന്നെ നിലവിൽ ഇത് പൂർത്തിയാക്കാത്തത് കൊണ്ട് തന്നെ ഈ മാസത്തെ പെൻഷൻ വിതരണം തടസ്സപ്പെടുകയില്ല. എന്നാൽ സെപ്റ്റംബർ മാസത്തിന് ശേഷവും ഈ ഒരു വാർഷിക മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തവരുടെയൊക്കെ തന്നെ ആനുകൂല്യങ്ങൾ തടസ്സപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതേസമയം ഈ വർഷം വാർഷിക മസ്റ്ററിംഗ് പൂർത്തിയാക്കിയവർ വീണ്ടും അത് ചെയ്യേണ്ടതില്ല. മസ്റ്ററിംഗ് പൂർത്തിയാക്കുമ്പോൾ ലഭിക്കുന്ന അക്ഷയയിൽ നിന്നുള്ള സ്ലിപ്പോ മറ്റ് രേഖകളോ പഞ്ചായത്ത് ഓഫീസുകളിൽ നേരിട്ട് ഏൽപ്പിക്കേണ്ടതില്ലെന്ന കാര്യവും പ്രത്യേകം ശ്രദ്ധിക്കുക. മസ്റ്ററിംഗ് വിജയകരമായിട്ട് പൂർത്തിയാകുമ്പോൾ തന്നെ അനുബന്ധ പോർട്ടലിൽ വിവരങ്ങളൊക്കെ തന്നെ സ്വയം അപ്ഡേറ്റ് ആകുമെന്നതിനാൽ തന്നെ ഗുണഭോക്താക്കൾ അത് അധിക നടപടിക്രമങ്ങൾ നൽകേണ്ടതില്ല. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, നമ്മുടെ സംസ്ഥാനത്ത് ഈ ഓണക്കാലത്ത് വിതരണം ചെയ്യുന്ന സൗജന്യവും സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഉള്ളതുമായിട്ടുള്ള വിവിധ ഓണക്കിറ്റുകളെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട വിവരങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. ഇത്തവണ മൊത്തം 5 തരം കിറ്റുകളാണ് നമുക്ക് ലഭ്യമാകുന്നത്. ഇതിൽ സൗജന്യ ഓണക്കിറ്റിൻ്റെ വിതരണം റേഷൻ കടകൾ വഴിയാണ് നടക്കുന്നത്. മഞ്ഞ റേഷൻ കാർഡ് ഉടമകൾക്കും ക്ഷേമ സ്ഥാപനങ്ങളിലെ അന്തേവാസികൾക്കും, അതായത് 4 പേർക്ക് ഒരു കിറ്റ് എന്ന തോതിൽ തികച്ചും സൗജന്യമായി ലഭിക്കുന്ന ഈ ഒരു കിറ്റിൽ തുണിസഞ്ചി ഉൾപ്പെടെ 854 രൂപ വിലമതിക്കുന്ന 16 ഇനങ്ങളാണ് ഉള്ളത്. അതേസമയം സൗജന്യ ഓണക്കിറ്റിന് അർഹതയില്ലാത്ത മറ്റു റേഷൻ കാർഡ് ഉടമകൾക്കും കാർഡ് ഇല്ലാത്തവർക്കും വേണ്ടിയിട്ട് സപ്ലൈകോ വഴി വിൽക്കുന്ന 4 സ്പെഷ്യൽ ഓണക്കിറ്റുകളും സർക്കാർ ഒരുക്കിയിട്ടുണ്ട്. ഇതിൽ ആദ്യത്തേത് ശബരി മസാലകളും ഫുഡ് പ്രൊഡക്ട്സും ഉൾപ്പെടുന്ന 9 ഇനങ്ങൾ അടങ്ങിയ ശബരി സിഗ്നേച്ചർ കിറ്റ്. അത് 375 രൂപയുടെ ഉൽപ്പന്നങ്ങൾ അടങ്ങിയ ഈ മിനി കിറ്റ് 299 രൂപയ്ക്ക് സ്വന്തമാക്കാം. രണ്ടാമത്തേത് 21 ഇനങ്ങൾ അടങ്ങിയ അത്തം കിറ്റാണ്. 1280 രൂപ വില വരുന്ന ഉൽപ്പന്നങ്ങൾ 1000 രൂപയ്ക്ക് ഇതിലൂടെ ലഭിക്കും. ഇനി മൂന്നാമത്തേത് 25 ഇനങ്ങൾ അടങ്ങിയ ഉത്രാടം കിറ്റാണ്. 1880 രൂപ വില വരുന്ന സാധനങ്ങളാകട്ടെ 1500 രൂപയ്ക്കാണ് സപ്ലൈകോ വിൽക്കുന്നത്. നാലാമത്തേത് 30 ഇനങ്ങൾ അടങ്ങുന്ന വലിയ തിരുവോണം മെഗാ കിറ്റാണ്. 2550 രൂപ വില മതിക്കുന്ന ഉൽപ്പന്നങ്ങൾ 2000 രൂപയ്ക്ക് ഈ കിറ്റിലൂടെ വാങ്ങാൻ സാധിക്കും. റേഷൻ കാർഡ് ഉള്ളവർക്കും ഇല്ലാത്തവർക്കും എത്ര വേണമെങ്കിലും വാങ്ങാവുന്നതും മറ്റുള്ളവർക്ക് സമ്മാനമായിട്ട് നൽകാവുന്നതുമായിട്ടുള്ള ഈ ഒരു സ്പെഷ്യൽ കിറ്റുകൾക്ക് പുറമെ വെളിച്ചെണ്ണ, പഞ്ചസാര, പയർവർഗ്ഗങ്ങൾ തുടങ്ങിയ സബ്സിഡി ഉൽപ്പന്നങ്ങളും മറ്റ് ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങളുടെ കോംബോ ഓഫറുകളും സപ്ലൈകോയിൽ ലഭ്യമായതിനാൽ തന്നെ എല്ലാവരും ഈ ഒരു നല്ല അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക. ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വീണ്ടും വർധനവ് രേഖപ്പെടുത്തി. വ്യാഴാഴ്ച ഓഗസ്റ്റ് 13-ാം തീയതി 22 കാരറ്റ് സ്വർണ്ണത്തിന് ഗ്രാമിന് 25 രൂപ കൂടി 14,220 രൂപയിലും പവന് 200 രൂപ കൂടി 1,13,760 രൂപയിലുമാണ് വ്യാപാരം പുരോഗമിച്ചത്. സോ ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ്. എല്ലാവരിലേക്കും നിങ്ങൾ ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ്. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനും അതോടൊപ്പം തന്നെ കമൻറ്റിൽ നൽകിയിട്ടുണ്ട്. സോ എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. വീഡിയോ ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം. കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയർ നൽകി
ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.